അതിന് കരാർ കൊടുത്തത് എന്ന അടിസ്ഥാനത്തിലാണ്? കോടിക്കണക്കിന് രൂപയുടെ കരാറാണ് കൊടുത്തത് കണ്ണാടി പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി, ഇല്ലേ? എവിടെ? ആക്കുളം പാലം തുടങ്ങുന്നതിന് മുമ്പ് തകർന്നു വീഴും നമ്മളെല്ലാവരും കണ്ടു. അവരിപ്പോൾ ആര് മുഖ്യമന്ത്രിയാവുമെന്നുള്ള ചർച്ചയിലാണ്. അവർ ആ രൂപത്തിലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ കോൺഗ്രസിന് തന്നെ അവരുടെ ഇടയിലുള്ള ഇന്റേണൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയുന്നില്ല. അപ്പോൾ ആ രൂപത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇന്നൊക്കെ ഒരു ചർച്ചയിൽ വന്നെന്ന് പറയുമ്പോൾ അതൊരു ഗവൺമെന്റ് പ്രൊസീജിയറാണ്. ഞാൻ പറയട്ടെ ഒരുപാട് ചോദ്യങ്ങളായി. ഇത്രയും വ്യക്തമായ തെളിവുണ്ടായിട്ട് പോലും പറയുകയാണ് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. ഇതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വീട്ടിലിരുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ കരാറുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരാറുകൾ കൊടുക്കുന്നത് ഇവിടുത്തെ CPM നേതാക്കളുടെ ഭാര്യമാർക്കും CPM നേതാക്കൾക്കുമാണ്. നമസ്കാരം. ഇനി 6 ദിവസങ്ങൾ മാത്രം കേരളത്തിലെ ഇലക്ഷൻ തുടങ്ങാൻ വേണ്ടി കേരള രാഷ്ട്രീയം ഇന്ന് ചർച്ച ചെയ്യുന്നത് ജനം ആർക്കൊപ്പം ജനവിധിയാണ്. 3 പാർട്ടിയുടെയും പ്രതിനിധികളുണ്ട്. കോൺഗ്രസിന് വേണ്ടി നേമം സജീർ, CPM വേണ്ടി ഉണ്ണികൃഷ്ണൻ, BJPക്ക് വേണ്ടി മിഥുൻ കുമാർ. സജീറിൽ നിന്ന് ആരംഭിക്കുകയാണ്. സജീർ, 5 വർഷം വികസനം പറഞ്ഞാണോ ഇനി ഇപ്പോൾ വോട്ട് പിടിക്കാൻ നിങ്ങൾ ഇറങ്ങുന്നത്? ഞങ്ങൾ വികസനം ഈ നാട് ഭരിച്ചിരുന്ന കാലത്ത് ഈ നാട്ടിലുണ്ടായ മാറ്റങ്ങളൊക്കെ UDFൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന വികസനങ്ങളാണ്. ആ വികസനങ്ങൾ നേരിട്ട് ജനങ്ങൾ ബോധ്യപ്പെട്ടതും അവർ അനുഭവിക്കുന്നതുമായിട്ടുള്ള കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അറിയാവുന്നതാണ്. അപ്പം വികസനം എന്ന് പറയുന്നത് കേവലം റോഡ് റീടാറിങ് ചെയ്യുന്നതോ നവീകരിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും കെട്ടിടങ്ങൾ പെയിൻ്റ് അടിക്കുന്നതിനപ്പുറം ഒരു നാടിൻ്റെ മുഖച്ഛായ മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ ഒരു ഗവൺമെൻറ്റാണ് UDF. അതിനുശേഷം കഴിഞ്ഞ 10 വർഷമായി ഈ നാട് അനുഭവിക്കുന്ന വികസന മുരടിപ്പിനെതിരെയാണ് ഇന്ന് ജനങ്ങൾ വിധി എഴുതാൻ പോകുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം നമ്മൾ കണ്ടതാണ്. കേരളം അതിശക്തമായി UDFന് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ കണ്ടു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ 10 വർഷമായി ഈ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ, ജനവിരുദ്ധമായ നടപടികൾ, അതിൽ കേരളത്തിലെ ജനങ്ങൾ അസ്വസ്ഥരാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ വിഴിഞ്ഞം പോലൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത UDF ആണ്. അത്തരത്തിലുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള കേരളത്തിൻ്റെ തന്നെ രാജ്യത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തലസ്ഥാനമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ഇൻ്റർനാഷണൽ പോർട്ടിന് തുടക്കം കുറിച്ചത് UDF ആണ്. അപ്പോൾ അത്തരമൊരു പദ്ധതിക്ക് ഒരു ഗവൺമെൻറ്റിനും ഇന്ന് വരെ നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞില്ല. മെട്രോ ആയിരുന്നാലും പിന്നെ അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിൽ മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിലും UDF മാതൃകാപരമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു, അത് അനുകൂലമായി വിധി എഴുതുന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇനി കേരളത്തിലെ ജനങ്ങൾ ശരിക്കും വികസനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല കഴിഞ്ഞ 10 വർഷമായി ഈ നാട് ഭരിക്കുന്ന ഇടതുപക്ഷം നടത്തി വരുന്ന അഴിമതികൾ, സ്വജനപക്ഷപാതം, അങ്ങനെ നിരവധിയായിട്ടുള്ള നിലപാടില്ലായ്മ അടക്കം ഈ ദൂർത്ത് അടക്കം കേരളത്തിലെ CPM നേതാക്കൾ നടത്തുന്ന വലിയ അഴിമതി, അതെല്ലാം കേരളത്തിലെ ജനങ്ങൾ ബോധ്യപ്പെട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം കരാറുകളും പിന്നെ മറ്റു നടപടികളും സ്വീകരിക്കുന്നത് CPM നേതാക്കൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യൻ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ വിഴിഞ്ഞവും മെട്രോയും ഇപ്പോൾ കരവന കളിയിക്കാനുള്ള റോഡുകൾ മാത്രമല്ല ദീർഘകാല വൈദ്യുതി കരാർ അടക്കമുള്ള കേരളത്തിലെ ജനങ്ങളെ ദുരിതത്തിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് കരകയറ്റുന്നത് അടക്കമുള്ള ഒരു 25 വർഷത്തേക്ക് കേരളത്തിലെ ജനങ്ങൾ 4 രൂപ 29 പൈസയ്ക്ക് ഒരു യൂണിറ്റ് കറണ്ട് മേടിക്കുന്ന അല്ലെങ്കിൽ 25 വർഷത്തേക്ക് തൻ്റെ നാട്ടിലെ ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന പദ്ധതി അടക്കം നേതൃത്വം കൊടുത്തയാളാണ്. എന്നാൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ഒപ്പിട്ട കരാറുകൾ അദ്ദേഹത്തെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ ഗണേഷ് അടക്കമുള്ള കേരളത്തിലെ മന്ത്രി, ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ ഭാര്യയ്ക്കാണ് കഴിഞ്ഞ ദിവസം ഒരു കരാർ കൊടുത്തത്. ലക്ഷങ്ങൾ വരുന്ന കരാറാണ് കൊടുക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തുന്ന കരാറുകൾ CPM നേതാക്കളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും സ്വന്തം കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അത് തന്നെയാണ് വ്യത്യാസം. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഈ നാട്ടിലെ ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ തിരഞ്ഞെടുത്തത് 5 കൊല്ലത്തേക്ക് വേണ്ടിയാണ്. അദ്ദേഹം ദീർഘകാലത്തേക്ക് എത്രയോ കാലത്തേക്കുള്ള ദീർഘകാല പ്രോജക്റ്റുകളാണ് കേരളത്തിൽ നടപ്പിലാക്കിയത്. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന പ്രോജക്റ്റുകളാണ് കഴിഞ്ഞ UDFൻ്റെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയതെങ്കിൽ ഇടതുപക്ഷം നടപ്പിലാക്കുന്ന മുഴുവൻ കരാറുകളും സ്വന്തം നേതാക്കൾക്ക് അഴിമതി നടത്തുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തും. അതിനനുകൂലമായി വലിയ തരംഗം ഇന്ന് കേരളത്തിലുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ശരിക്കും ഇപ്പം ഞങ്ങൾ ആഗ്രഹിക്കുന്ന വിജയമല്ല, കേരളത്തിലെ ജനങ്ങൾ ഈ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്ക് വേണ്ടിയാണ് UDF ഇന്ന് തെരുവിലിറങ്ങി പോരാട്ടം നടത്തുന്നത്. അവർ ആഗ്രഹിക്കുന്ന റിസൾട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിലെ UDF മുന്നോട്ട് പോകുന്നത്. അത് തന്നെ സംഭവിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. സജീർ പറഞ്ഞാൽ കേരളത്തിലെ അഴിമതികളാണ് ജനങ്ങളുടെ മുമ്പിൽ അവരറിയും.
പറയുന്നത്. നിങ്ങൾ വികസനം പറയുമ്പോൾ ജനങ്ങൾ തിരിച്ച് അഴിമതി പറയുമ്പോൾ എന്താണ് പറയാനുള്ളത് ജനത്തിനടുത്ത്? ഇവിടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് നമ്മളെല്ലാം അവസാന ലാപ്പിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ഈ ചർച്ച ഇവിടെ നടക്കുന്നത്. ഈ ലാപ്പിൽ എത്തി നിൽക്കുമ്പോഴും 10 വർഷം ഭരിക്കുന്ന ഒരു സർക്കാരിനെതിരെ ഒരു അഴിമതി പറയാൻ പ്രതിപക്ഷത്തിനോ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കോ സാധിക്കുന്നില്ല എന്നിടത്ത് നിന്നാണ് നമ്മൾ തിരഞ്ഞെടുപ്പിനെ കാണേണ്ടത്. നമുക്കറിയാം 2011 മുതൽ 2016 വരെയും 2016 മുതൽ 2021 മുതൽ 2026 വരെയും ഉള്ള പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കിയ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഒരു 2016 മുതൽ 2021 വരെ ഞാൻ പറയട്ടെ, ഞാൻ പറയാം. നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ മുഴുവൻ മറുപടിയും ഞാൻ പറയാം, പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. അപ്പോൾ 2016 മുതൽ 2021 വരെ 2016 തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒരു സർക്കാർ ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. 2021 ഇറങ്ങുമ്പോൾ ആ 2021 പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ചുകൊണ്ടാണ് 2021 തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതാണ് ഒരു ജനങ്ങളുടെ സർക്കാരിൻ്റെ ഒരു ഏറ്റവും വലിയ ഉത്തരവാദിത്വം. പിന്നെ മറ്റൊന്ന്, ജനങ്ങളുടെ ഒരു വികസനം എന്ന് പറയുമ്പോൾ അടിസ്ഥാന വികസനമാണ്. ആ അടിസ്ഥാന വികസനത്തിൽ നിന്നുകൊണ്ട് ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ വികസന പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, പൊതുവിദ്യാലയങ്ങൾ, ആ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞുപോക്കുണ്ടായിരുന്നു. ധാരാളം കുട്ടികൾ വിദ്യാലയങ്ങളെ ഉപേക്ഷിച്ച് സ്വകാര്യ സ്കൂളുകളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള കയ്യെത്തും ദൂരത്തുള്ള സ്കൂളുകൾ പോലും ഹൈടെക്കായി മാറി എന്ന് മാത്രമല്ല, ആ സ്കൂളുകളിൽ വലിയ ബിൽഡിങ്ങുകൾ വന്നു, ചോക്ക് പീസുകൾ ഉപേക്ഷിക്കപ്പെട്ടു. അങ്ങനെയുള്ള ഒരു സാഹചര്യം പൊതുവിദ്യാലയങ്ങളിലുണ്ടാകുന്നു. ആരോഗ്യമേഖല നല്ല രൂപത്തിൽ ഇടപെടൽ നടത്താൻ വേണ്ടി നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. നമ്മുടെ അവയവമാറ്റ ശസ്ത്രക്രിയ നടത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് കോഴിക്കോട് പുതിയ ഹോസ്പിറ്റൽ വരുന്നു. അങ്ങനെയുള്ള വികസനങ്ങൾ ആരോഗ്യ മേഖലയിൽ നടക്കുന്നു. നമ്മളെ റോഡുകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. NH 666 അടക്കമുള്ള റോഡുകൾ ഇന്ന് ഒരുപക്ഷെ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് BJPക്കാർ അത് ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ തുക വിനിയോഗിക്കുന്നതിൽ, സ്ഥലം ഏറ്റെടുക്കുന്നതിൽ ഒരു സർക്കാർ കാണിച്ച ഇച്ഛാശക്തിയാണ് ആ പ്രവർത്തനം പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞത്. വിഴിഞ്ഞം തുറമുഖം ഇവിടെ സജീർ സൂചിപ്പിച്ചു. തറക്കല്ലിടുകൾ മാത്രമാണോ ഒരു വികസനം? ആ തറക്കല്ലിടലിനപ്പുറത്ത് ആ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളിലൂടെ തുടങ്ങി വെക്കാൻ ഒരു സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സർക്കാർ നമ്മുടെ നാട് ഭരിക്കും. നമുക്കറിയാമല്ലോ, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഇവിടെ വരികയാണ്. ആ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി വരുമ്പോൾ അതിനെ തടയിടാൻ നോക്കിയവർ അത് പൂർത്തീകരിക്കുമ്പോൾ അതിനെ അംഗീകരിക്കുന്നു. ഇവിടെ കറണ്ട് കട്ടിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ എൻ്റെ ചർച്ച കേൾക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് നിങ്ങളുടെ വീട്ടിൽ, നമുക്കറിയാം ലോഡ് ഷെഡിങ് എന്ന് പറയുന്നത് 1-2 മണിക്കൂർ ഉണ്ടായിരുന്ന ഒരു ഉമ്മൻചാണ്ടി കാലമുണ്ടായി. ആ കാലത്ത് നിന്ന് ഇന്ന് 10 മിനിറ്റ് കറണ്ട് പോയാൽ എൻ്റെ വീട്ടിൽ കറണ്ടില്ല എന്ന് പറഞ്ഞ് എമർജൻസിയിൽ KSEBയിൽ വിളിക്കുന്ന ജനങ്ങളെ വാർത്തെടുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇരുണ്ട കേരളത്തിൽ നിന്ന് നന്മയുള്ള കേരളത്തിലേക്ക് നമ്മുടെ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു വികസനം. പിന്നെ ഇവിടെ കുറേ കാര്യം പറഞ്ഞു. എന്താണ് അഴിമതി? എല്ലാം പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം അഴിമതിയെക്കുറിച്ച്. ഇവിടെ പറയുമ്പോൾ 10 വർഷം നിങ്ങൾക്കൊരു അഴിമതിയെ പറയാൻ കഴിഞ്ഞോ? മുഖ്യമന്ത്രിയുടെ വീട്ടിൻ്റെ തിണ്ണയിൽ സരിത എന്ന് പറയുന്ന ഒരാൾ കയറി വാണിരുന്നൊരു കാലം, ആ കാലം ഇപ്പോൾ ഉണ്ടോ? ആ കാലം ഉണ്ടോ? എന്തൊക്കെയാണ് നടന്നത്? ഞാൻ പറയട്ടെ സജീറിന്റെ സമയം സജീർ പറഞ്ഞോ? അല്ല, സജീറിന് കൊടുത്ത ടൈം ഞാൻ നോട്ട് ചെയ്തു. എനിക്ക് ഇട്ട ടൈം നിങ്ങൾ നോട്ട് ചെയ്തോ? നോട്ട് ചെയ്ത് നിങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തോ? ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ബഹളം വയ്ക്കുകയാണ്. എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ ബഹളം വെച്ചെന്ന് വെച്ചാൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷേ സരിതമാർ വാണിരുന്ന കാലം നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ് നടന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പറയണോ? ആ വീട്ടിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നത് മോശമല്ലേ? അപ്പോൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇവിടെ ഞാൻ ഇത് പറയാൻ കാരണം വേറൊന്നുമല്ല, കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയാണ് CPM-ൻ്റെ കാരാണ് കരാർ ഏറ്റെടുക്കുന്നത്.
എന്നൊക്കെ ഒരു ചർച്ചയിൽ വന്നെന്ന് പറയുമ്പോൾ അതൊരു ഗവൺമെന്റ് പ്രൊസീജിയറാണ്. ഞാൻ പറയട്ടെ സജീർ ഒരുപാട് ചോദ്യങ്ങളായി. അല്ലല്ല, ഞാൻ നിങ്ങളെ ഒരാളുടെ ടൈമിൽ ഞാൻ കയറി സംസാരിക്കില്ല. നിങ്ങളെ ഒരാളുടെയും ഈ എൻ്റെ ഇവിടെ നിൽക്കുന്ന BJP പ്രതിനിധിയുടെ ആയാലും ഇവിടെ നിൽക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയുടെ അവരുടെ ടൈമിൽ ഞാൻ ഇടപെടില്ല. പക്ഷേ എൻ്റെ ടൈം എനിക്കുള്ളതാണ്. ആ സമയം നിങ്ങൾ എനിക്ക് തരണം. അത് സമയത്ത് നിങ്ങൾ പറയുന്ന എല്ലാം ശരിയാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ കേട്ടുകൊണ്ടിരുന്ന ആളല്ല. പക്ഷേ ഗവൺമെൻറ് പ്രൊസീജിയറിൽ ഒരു കരാറുണ്ട്. ആ കരാർ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും കോൺട്രാക്ടർക്ക് വർക്ക് എടുക്കാൻ പറ്റൂ, അല്ലാതെ ഗവൺമെൻറ്റിൽ ഈ പറഞ്ഞ കരാറെടുക്കാം. അപ്പോൾ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ്. അത് ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കപ്പുറത്ത് ഒളിച്ചോട്ടമാണ്. കാരണം കോൺഗ്രസ്സിനിപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ തന്നെ പരിഹരിക്കാൻ പറ്റാത്ത രൂപത്തിലാണ്. അവരിപ്പോൾ ആര് മുഖ്യമന്ത്രിയാവുമെന്നുള്ള ചർച്ചയിലാണ്. അവർ ആ രൂപത്തിലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിന് തന്നെ അവരുടെ ഇടയിലുള്ള ഇൻറ്റേർണൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയുന്നില്ല. അപ്പോൾ ആ രൂപത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് വികസനം ചർച്ച ചെയ്യാം, നിയമത്തെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം, പോസിറ്റീവ് പൊളിറ്റിക്സിനെ കുറിച്ച് ചർച്ച ചെയ്യാം. വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ ചർച്ച തുടങ്ങിയാലും തീരാൻ കഴിയാത്ത രൂപത്തിലേക്ക് നമ്മുടെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആരുണ്ടെങ്കിലും. സജീർ, ഇത്രയും വികസനം പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അഴിമതി തിരിച്ചു പറയാൻ പറ്റുന്നത്? അഴിമതിക്കെതിരെ എന്ത് തെളിവുണ്ട്, എന്ത് അഴിമതിയാണ് എന്നാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന കരാറ് എങ്ങനെയാണ് കൊടുത്തത് എന്നാണ് ചോദിക്കുന്നത്. VK പ്രശാന്തിനെതിരെ വിജിലൻസ് അന്വേഷണം, VK പ്രശാന്ത് നേതൃത്വം കൊടുക്കുന്ന സൊസൈറ്റിക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി അന്വേഷണമൊക്കെ നടത്തേണ്ടതാണ് കേരളത്തിലെ പോലീസല്ലേ. ഇനി ഞാൻ ചോദിക്കട്ടെ, ശബരിമല ശാസ്താവിൻ്റെ സ്വർണം പോയിട്ട് എത്ര നാളായി? ഇവർ കള്ളനെ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ അയ്യപ്പ ശാസ്താവിനെ കാണാനില്ല. ആ കട്ട സ്വർണം എവിടെയെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് പോലീസാണ്. അപ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന അഴിമതികളെ അത് പുറം ലോകത്ത് കൊണ്ടുവന്ന് ശിക്ഷിക്കുക, അല്ലെങ്കിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ടവർ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ശബരിമല വിഷയത്തിൽ പോലും കുറ്റക്കാരായ ജയിലിൽ കിടന്ന ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തവരാണ്. അപ്പോൾ അതിനകത്ത് നിഷ്പക്ഷത അല്ല, അതിനകത്ത് സംരക്ഷിക്കുന്ന നിലപാടാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ഇനി VK പ്രശാന്തിന് കരാർ കൊടുത്തത് എന്ത് അടിസ്ഥാനത്തിലാണ്? കോടിക്കണക്കിന് രൂപയുടെ കരാറാണ് കൊടുത്തത് കണ്ണാടി പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി, ഇല്ലേ? എവിടെ? ആക്കുളം പാലം തുടങ്ങുന്നതിന് മുമ്പ് തകർന്നു വീഴും നമ്മളെല്ലാവരും കണ്ടു. അതിനുശേഷം മന്ത്രി ഗണേശിൻ്റെ ഭാര്യയ്ക്ക് പിന്നെ ഈ പറയുന്ന മിൽമയിൽ നിന്ന് പിന്നെ കാരഫെഡിൻ്റെ എണ്ണ കയറ്റുമതി ചെയ്യുന്ന കരാർ കൊടുക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? എന്ത് മത്സരം അവിടെ നടന്നു? ഏത് പ്രൊസീജിയർ അവിടെ നടപ്പിലാക്കി? അവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ യാതൊരു നടപടികളും ഇതുവരെ പാലിച്ചിട്ടില്ല. ഊരാലുങ്കലിൽ കോടിക്കണക്കിന് രൂപയുടെ കരാർ കൊടുക്കുന്നു. എന്തെങ്കിലും ബിഡിങ്ങോ ടെൻഡർ പ്രോസസ്സോ നടന്നിട്ടുണ്ടോ? ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ലോകായുക്ത അടക്കമുള്ള ലോകായുക്തയുടെ അധികാരത്തെ കവർന്ന ആരാണ്? കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരല്ലേ. ലോകായുക്ത ഒരിക്കൽ കണ്ടെത്തിയ ഒരു സത്യം എന്താണ്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് തെറ്റായ രീതിയിൽ വിനിയോഗിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഇവിടുത്തെ മന്ത്രിമാരും MLA-മാരും കുറ്റക്കാരാണ്, അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ലോകായുക്തയ്ക്ക് അധികാരമുള്ള സമയത്ത് ആ അധികാരത്തെ വെട്ടിച്ചുരുക്കിയ സർക്കാരാണ്, ഇല്ലേ? അഴിമതിക്കെതിരെ സംസാരിക്കുന്നു. അപ്പം കേരളത്തിൽ നടക്കുന്ന അഴിമതികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം അഴിമതിക്ക് വേണ്ടി എല്ലാ സാഹചര്യവും ഒരുക്കിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, മന്ത്രി ഗണേഷ് കുമാർ കേരളത്തിലെ മന്ത്രിയാണ്, എന്തിനാണ് അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് കൂടി കരാർ കൊടുക്കുന്നത്? VK പ്രശാന്തിന് എന്തിനാണ്? അദ്ദേഹം MLA ആണ്, അദ്ദേഹത്തിന് ശമ്പളമുണ്ട്, പെൻഷനുണ്ട്, എന്തിനാണ് ഒരു കരാർ കൊടുക്കുന്നത്? അപ്പോൾ ഈ രീതിയിൽ ഇവിടെ കരാറുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരാറുകൾ കൊടുക്കുന്നത് ഇവിടുത്തെ CPM നേതാക്കളുടെ ഭാര്യമാർക്കും CPM നേതാക്കൾക്കുമാണ്. ഞാൻ ചോദിക്കട്ടെ, 1-ാം റാങ്ക് PSCയുടെ റാങ്ക് ലിസ്റ്റിൽ 1-ാം റാങ്ക് വന്ന വിദ്യാർത്ഥിക്ക് പോലും ജോലി കിട്ടാത്തൊരു സാഹചര്യമാണ്. എത്ര CPM നേതാക്കളുടെ ഭാര്യമാർക്കാണ് നിയമനം നൽകിയത്? എത്രമാത്രം അഴിമതി ഭരണകാലത്ത് നടന്നു? അപ്പോൾ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു സർക്കാരാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കഴിഞ്ഞ UDF-ന്റെ കാലഘട്ടത്തിലാണ് എന്തോ വലിയ തെറ്റായ സംഭവങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, UDF-ന്റെ ഭരണകാലം അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി അധികാരം വിട്ടിട്ട് ഇന്ന് 10 വർഷക്കാലമായി. ഈ പറയുന്ന ഉമ്മൻചാണ്ടി അഴിമതി നടത്തിയെങ്കിൽ 10 വർഷക്കാലം നിങ്ങളുടെ പോലീസല്ലേ കേരളം ഭരിച്ചത്? ആ ഉമ്മൻചാണ്ടി കുറ്റക്കാരനാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് നടപടി സ്വീകരിച്ചിരുന്നില്ല? അതൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പം നിങ്ങൾ പൊള്ളയായ രാഷ്ട്രീയം പറഞ്ഞു, ഒരു പാവപ്പെട്ട മനുഷ്യനെ തേജോവധം ചെയ്തു എന്നുള്ളതിൽ അപ്പുറം ഒന്നും സംഭവിച്ചില്ല. എന്നാൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? സ്വപ്ന സുരേഷ് ആരാണ്? സ്വപ്ന സുരേഷ് പുറത്തു വന്നത് പറഞ്ഞെന്നാണ്, കടകംപള്ളി സുരേന്ദ്രൻ്റെ വീട്ടിൻ്റെ പടിക്കൽ പോലും കയറ്റാൻ പറ്റാത്ത ആളാണ്, ലൈംഗിക വൈകൃതമുള്ള ആളാണ് എന്ന് ആരാണ് പറഞ്ഞത്? സ്വപ്ന സുരേഷ് പറഞ്ഞില്ലേ? തോമസ് ഐസക്കിനെ കുറിച്ച് പറഞ്ഞില്ലേ? അപ്പോൾ ഇത്രയധികം ശക്തമായ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്വപ്ന സുരേഷ് മുമ്പോട്ട് പോയി. ഇനി സ്വപ്ന സുരേഷ് നടത്തിയത് എന്താണ്? ചെറിയ കാര്യങ്ങളാണോ? സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് നടത്തിയത്. ഇനി ഞാൻ വെറുതെ തള്ളുന്നതല്ലോ, ഇതെല്ലാം വാർത്തകൾ വന്നതല്ലേ. അതുമായി ബന്ധപ്പെട്ട ഒരു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തല്ലേ. ശിവശങ്കരൻ ജയിലിൽ കിടന്നില്ലേ? എന്തിനാണ്? വേറെ എന്തെങ്കിലും സ്വാതന്ത്ര്യ സമരം നടത്തിയിട്ടാണോ ശിവശങ്കരൻ ജയിലിൽ കിടന്നത്?
ഞാൻ ചോദിക്കട്ടെ, ശിവശങ്കരനും സ്വപ്ന സുരേഷുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. അവർ രണ്ടുപേരും വിഹരിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. നമുക്കറിയാം, കേരളത്തിലെ പ്രധാനമന്ത്രി പോലും പറഞ്ഞില്ലേ. ശരി സാർ, ശരി. അപ്പം ഞാൻ പറയുന്നത് അപ്പം ഞാൻ ഇതൊന്നും വെറുതെ കൈന്നിട്ട് പറഞ്ഞതല്ല, ഇതെല്ലാം ഫാക്റ്റുകളാണ്. പക്ഷേ പിന്നെ ഒരു ദൗർഭാഗ്യകരം എന്ന് പറയുന്നത്, അന്വേഷണങ്ങൾ കേരളത്തിലെ പോലീസ് പിണറായി വിജയനെതിരെ അന്വേഷിക്കാറില്ല. അതുപോലെ തന്നെ നരേന്ദ്രമോദി പിണറായി വിജയനെ തലോടുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇപ്പൊ BJP അധികാരത്തിൽ ഇരുന്നിട്ട് ഇതുപോലെ കരുവന്നൂർ ബാങ്കിലടക്കം എത്രമാത്രം വലിയ അഴിമതി നടത്തി, എത്ര ആളുകൾ തെരുവിൽ കിടക്കുന്നു, ഇവർ ഒന്നും ചെയ്തില്ല എന്ന് പറയുകയാണ്. ഞാൻ പറയുന്നതാണ്, ഞാൻ ഫാക്ട് പറയാൻ സമ്മതിക്കും. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകർ സമരം നടത്തിയത് അവർക്ക് പണം കിട്ടാത്തതിന്റെ പേരിലല്ലേ? അങ്ങനെ ഒന്നും നടന്നിട്ടില്ല, എല്ലാം നല്ല രീതിയിലാണ് പോകണമെങ്കിൽ കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകർക്ക് പണം കിട്ടട്ടെ. ആ കരുവന്നൂർ ബാങ്കിന്റെ മുന്നിലേക്ക് ഒരു വീട്ടമ്മ തൻ്റെ നിക്ഷേപിച്ച പണം തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശവശരീരവുമായി സമരം നടത്തേണ്ട ഗതികേട് കേരളത്തിൽ വന്നത് കേരളത്തിലെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ഞാൻ ചോദിക്കുന്നത്, BJP അധികാരത്തിലിരിക്കുമ്പോൾ ആ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ ഒരു നടപടി ഒരു CPM നേതാക്കളെയും ജയിലിലിട്ടിട്ടില്ല. ഇപ്പോൾ BJP ഇവിടെ രാഹുൽ ഗാന്ധിയെ ജയിലിലാക്കാൻ എല്ലാ ദിവസവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ തവണ ചോദ്യം ചെയ്തു, സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തു, ചിദംബരത്തിനെ ജയിലിലിട്ടു, DK ശിവകുമാറിനെ ജയിലിലിട്ടു. ഏതെങ്കിലും ഒരു CPM നേതാവിനെതിരെ ഒരു വാറോലയെങ്കിലും BJPയുടെ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മകളെ പ്രതി ചേർത്ത് കേസെടുത്തിട്ടുണ്ട്. ഇന്ററിം സെറ്റിൽമെന്റ് കോടതി മാസപ്പടി മേടിച്ചു. അതായത് ഒരു രീതിയിലുള്ള സേവനം കൊടുക്കാതെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി സ്വീകരിച്ചു എന്ന് കോടതിയുടെ സ്റ്റേറ്റ്മെന്റാണ് ഉള്ളത്. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിനാണ്, ഞാൻ പറഞ്ഞതല്ല, UDF പറഞ്ഞതല്ല. ഇത്രയും വ്യക്തമായ തെളിവുണ്ടായിട്ട് പോലും പറയുകയാണ് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. ഇതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വീട്ടിലിരുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് G. സുധാകരൻ അവരെ പാർട്ടി വിട്ടത്. അതുപോലെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ കോൺഗ്രസ് അല്ല ഭരിക്കുന്നത്, BJP ആണ്. ഞാൻ ചോദിക്കട്ടെ, മൊത്തത്തിൽ കേരളത്തിൽ ഞങ്ങൾക്കാണ് മേൽക്കൈ ഉണ്ടായത്. സത്യസന്ധമായി പറഞ്ഞാൽ BJP തിരുവനന്തപുരത്ത് നേട്ടം കൈതു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ അവിടെ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ചത് UDF ആണ്. 10 സീറ്റിൽ നിന്ന് 21 സീറ്റിലേക്ക് കയറുക കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ CPM, ഇവിടുത്തെ CPM കൗൺസിലർമാരുടെ എണ്ണം നിങ്ങൾ നോക്കൂ. ഇപ്പം ഇവിടെ തമ്മിലുള്ള ധാരണ എന്താണ്? അപ്പം ഞാൻ അതുകൂടി പറഞ്ഞത് നന്നായി, നിങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ട് നന്നായി. നമ്മൾ പിന്നെ വർഗീയതയെ ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടിയാണ് ശിവൻകുട്ടി അവിടെ ജയിപ്പിച്ചു വിട്ടത് അല്ലേ? മതേതര വിശ്വാസികളുടെ, മതനിരപേക്ഷത വിശ്വാസികളുടെ അവരുടെ ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കും, ആ സംഘപരിവാർ ശക്തികൾക്കെതിരെ ചെറുത്ത് തോൽപ്പിക്കും, നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞാണ് പാവപ്പെട്ട നേമത്തെ മതേതര വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടിയതും അദ്ദേഹത്തെ MLA ആക്കിയതും മന്ത്രിയാക്കിയതും. അവസാനം എന്താണ് ചെയ്തത്? RSSനെതിരെ പോരാട്ടം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് PM ശ്രീ പദ്ധതി ഒപ്പിട്ടത് ആരാണ്? ഞാൻ ചോദിക്കട്ടെ, വലിയ വിദ്യാഭ്യാസ മന്ത്രി, കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഒപ്പിട്ടത്. അങ്ങനെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടുകൊണ്ടാണോ വർഗീയതയ്ക്കെതിരെ ഈ MLAക്ക് നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത്? ശരിക്കും ശിവൻകുട്ടി ഇന്ന് ഇവിടെ CPM വേണ്ടി മത്സരിക്കുന്ന ആള് ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ച ആളാണ്. RSSനെതിരെയും സംഘപരിവാറിനെതിരെയും പോരാട്ടം നടത്തുമെന്ന് പറഞ്ഞിട്ട് അവർക്ക് വിധേയത്വം കാണിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഇപ്പൊ കേരളത്തിലെ പിണറായി വിജയൻ അടക്കമുള്ള എത്ര എടുക്കുന്ന നടപടികൾ നിങ്ങൾ പരിശോധിച്ച് നോക്കും. വർഗീയതയ്ക്കെതിരെ എവിടെയാണ് പിണറായി വിജയൻ നിലപാട് സ്വീകരിക്കുന്നത്? കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത MLA അടക്കമുള്ള എത്രയോ ആളുകൾ എത്രയോ വിദ്വേഷ പ്രസംഗം നടത്തി ഈ പിണറായി വിജയൻ തടഞ്ഞിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചതിനും നിയമത്തെ ജനങ്ങളെ വഞ്ചിച്ചതിനെതിരെയുള്ള വളരെ വ്യക്തമായ വിധിയെഴുത്ത് ഇവിടെ ഉണ്ടാകും. ഇവിടെ നിയമം എന്ന് പറയുന്നത് ഒരു വലിയ പോരാട്ടമാണ്. നിയമത്തെ ജനങ്ങൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം വോട്ട് നൽകുന്ന ആളുകളല്ല, അവർ ഉയർന്ന ബോധ്യമുള്ള വിദ്യാഭ്യാസമുള്ള ചിന്താഗതിയുള്ള ആളുകളാണ്. അവരെ വഞ്ചിച്ച ആളുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശബരിനാഥനെ പോലൊരു മിടുക്കൻ, ഒരു ഇൻ്റലക്ച്വലായിട്ടുള്ള, നമുക്കറിയാം ഒരു വർക്കഹോളിക് ആയിട്ടുള്ള, എപ്പോഴും നന്നായി പിന്നെ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ നമ്മൾ നിയമത്തിന് ആവശ്യമാണ്, നിയമത്തിൻ്റെ മാറ്റത്തിന് ആവശ്യമാണ്. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന് വോട്ട് നൽകും. അതല്ലാതെ കാലഹരണപ്പെട്ട ആശയങ്ങളും ഇവിടെ ആളുകളെ വർഗീയതയ്ക്കെതിരെ പോരാടുമെന്ന് പറഞ്ഞ് വഞ്ചിച്ച ആളുകൾക്കും അനുകൂലമായി കേരളത്തിലെ ജനങ്ങൾ, നിയമത്തെ ജനങ്ങൾ നിൽക്കില്ല എന്ന് ഉറപ്പാണ്. ശരി.